ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണം സ്പെഷ്യലായിട്ടുള്ള പൈനാപ്പിൾ പച്ചടിയാണ്. സദ്യയിലെ മധുര പച്ചടി. സദ്യയിൽ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ മധുര പച്ചടി തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ മധുര പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് പൈനാപ്പിളാണ് എടുത്തേക്കുന്നത്. നല്ല പഴുത്ത നാടൻ പൈനാപ്പിൾ എടുക്കാൻ ശ്രദ്ധിക്കുക, അതിനാണ് കൂടുതൽ ടേസ്റ്റ്. ആദ്യം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി. പൈനാപ്പിളിൻ്റെ ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റാം. ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വച്ചു. ഇനി നമുക്ക് വേവിച്ചെടുക്കണം. നമ്മുടെ പൈനാപ്പിളിന് അത്യാവശ്യം നല്ല വേവുണ്ട്. അത് കാരണം ഞാനിത് കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അല്ലാതെ നമ്മൾ സാധാരണ പാത്രത്തിലാണെങ്കിൽ കുറേ സമയം എടുക്കും വേകാനായിട്ട്. അതുകൊണ്ട് കുക്കറിൽ കുക്ക് ചെയ്യുന്നതാണ് ഈസി. നമ്മുടെ പൈനാപ്പിളിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ഭാഗത്തോളം മാറ്റി വയ്ക്കുക. അത് നമുക്ക് പിന്നീട് അരച്ച് ചേർക്കാനുള്ളതാണ്. അപ്പോഴാണ് നമ്മുടെ പൈനാപ്പിൾ പച്ചടിക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കൂടുന്നത്. ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ഭാഗത്തോളം പൈനാപ്പിൾ ഇട്ട് കൊടുക്കുകയാണ്. 1/4 ഭാഗത്തോളം മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിനി ഇതിലേക്ക് പച്ചമുളകും കൂടെ ചേർക്കാനുള്ളതാണ്. അതാണ് ഞാനൊരു 1/4 ടീസ്പൂൺ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്തത്. പച്ചമുളകിൻ്റെ എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് പൈനാപ്പിൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിൽ. അപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. തീ ഓഫ് ചെയ്തിട്ട് പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് നമുക്ക് കുക്കർ തുറന്നു നോക്കാം. അടച്ചു കൊടുത്തു. ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ വേവണ സമയം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ ഇത് ചേർക്കാറുണ്ട്, ചില സ്ഥലങ്ങളിൽ ഇത് ചേർക്കാറില്ല. ചേർക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിത് ചേർക്കണത്. ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്തപ്പോൾ 1/4 ഭാഗത്തോളം എടുത്ത് മാറ്റി വെച്ചില്ലായിരുന്നോ, ഇതൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കുക്കറിൽ നിന്ന് 5 വിസിൽ വന്നപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. പൈനാപ്പിൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. അപ്പം നമ്മുടെ പൈനാപ്പിൾ കഷ്ണങ്ങൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചില്ലേ പൈനാപ്പിൾ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ പഴമൊക്കെ ഒന്ന് വെന്ത് വന്നോളൂ. അപ്പോൾ എനിക്ക് അത്യാവശ്യം വെള്ളമുണ്ട്, അത് കാരണം ഞാൻ ഇനി എക്സ്ട്രാ വെള്ളം ചേർക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. 5 മിനിറ്റ് ഇരുന്ന് വേവണം മീഡിയം ഫ്ലെയിമിൽ. അത് വേവണ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ 1/4 ഭാഗത്തോളാണ് എടുത്തേക്കണത്. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ക്യൂമിൻ സീഡ്സ്. ഇതൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. മുളകൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് അരയണം, എന്ന് വെച്ചാൽ ഓവറായിട്ട് അങ്ങ് അരയും വേണ്ട. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ അരപ്പ് റെഡിയാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മളിത് വേകാൻ വേണ്ടി വെച്ചിട്ടൊരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ വലുപ്പത്തിലുള്ള ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കരയുടെ അളവ് വ്യത്യാസം വരും നിങ്ങളുടെ കയ്യിലുള്ള പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച്. അത്യാവശ്യം മധുരം ചേർക്കണം. അപ്പം നിങ്ങൾക്ക് എന്തോരം മധുരം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കൂടുതൽ നല്ലത് ശർക്കര ചേർക്കണതാണ്. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ. ഇപ്പോൾ ശർക്കരയും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. ശർക്കരയുടെ കൂടെ തന്നെയാണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി 2 മിനിറ്റ് കൂടി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ടാവും. ശർക്കര അഴുക്കുള്ള ശർക്കരയാണെന്ന് തോന്നുവാണെങ്കിൽ ഉരുക്കിയിട്ട് വേണം അരിച്ചിതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. എൻ്റെ ഇപ്പം നല്ല ശർക്കരയാണ്, അതാണ് ഞാൻ ഡയറക്റ്റായിട്ട് ചേർത്തത്. 2 മിനിറ്റും കൂടെ അടച്ചു വെച്ച് കൊടുക്കുവാണേ. ഇപ്പോൾ അതാ ഒരു 2 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ അരച്ച് വെച്ചില്ലേ അത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് 2-3 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കട്ടെ. നമ്മുടെ പച്ചമുളകും തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരണം. തീ കുറച്ചാണ് വെച്ചേക്കണത്. ജീരകത്തിൻ്റെയും തേങ്ങയുടെയും പച്ചമുളകിൻ്റെയും ചുവയൊന്ന് മാറുന്ന വരെ തിളപ്പിക്കാം. ഒരു 2-3 മിനിറ്റ് മതി മീഡിയം ഫ്ലെയിമിൽ. ഇനി നമുക്ക് കുറച്ച് തൈരൊന്ന് കട്ടയൊക്കെ ഉടച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സി ബൗളിലിട്ട് ചെറുതായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഒത്തിരി മോര് പോലാകരുത്. ഞാനിവിടെ ഒരു 1/4 കപ്പും കുറച്ചുകൂടി തൈര് എടുത്തിട്ടുണ്ട്. തൈരിൻ്റെ അളവ് നിങ്ങളുടെ കയ്യിലുള്ള തൈരിൻ്റെ പുളി അനുസരിച്ച് എടുക്കണം. പുളി അധികമുള്ള തൈരാണെങ്കിൽ ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല. മീഡിയം പുളിയുള്ള തൈര് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ കട്ട നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ തൈരൊക്കെ നന്നായിട്ട് കട്ടയുടച്ചെടുത്തു. അപ്പോൾ നമ്മുടെ തേങ്ങ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ചു. പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് നന്നായിട്ട് ചതച്ച് ചേർത്ത് കൊടുക്കാം. മിക്സി ബൗളിലിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അതും അല്ലെങ്കിൽ നമ്മുടെ ഇടിക്കണ സംഭവം ഉണ്ടല്ലോ, അതിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താലും മതി. 1/2 ടീസ്പൂൺ കടുക് നന്നായിട്ട് ചതച്ചത്. നന്നായിട്ട് ചതയണം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കടുകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്താൽ പിന്നെ തിളക്കരുത്. ഇപ്പോൾ തീ ഓഫ് ചെയ്തു. തൈര് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ട്. മധുരം എനിക്ക് അത്യാവശ്യത്തിനുണ്ട്. എൻ്റെ പൈനാപ്പിൾ നല്ല മധുരമുള്ള പൈനാപ്പിളായിരുന്നു. ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇതിനൊന്നും അളവില്ല, നിങ്ങൾക്ക് എന്തോരം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് വറുത്തിടണം. അത് ചെയ്യാം. കടുക് വറുക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. ഒരു 2.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തത്, അതേപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില. തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് നമ്മുടെ പച്ചടിയിലേക്ക് ഇറങ്ങിക്കോട്ടെ. ഇതായപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിരിക്കും തോറും കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇരിക്കും തോറുമാണ് ടേസ്റ്റും കൂടണത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓണത്തിന് തലേദിവസം വൈകുന്നേരത്തോടെ ഉണ്ടാക്കി വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യത്തെ ഓണത്തിന് നമ്മുടെ പൈനാപ്പിൾ പച്ചടി ട്രൈ ചെയ്ത് നോക്കുക. സദ്യക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ മധുര പച്ചടി അല്ലെങ്കിൽ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇതിനു മുമ്പ് കുറച്ച് ഓണം റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ എല്ലാവരും ഓണത്തിന് നമ്മുടെ മധുര പച്ചടി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.